ഇത് റിനോൾട്ട് കിട്ടാണ്ട് വണ്ടി. ഇത് ഓവർ ഹീറ്റായിട്ടാണ് വന്നത്. ഓവർ ഹീറ്റ് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ തെർമോസ്റ്റാറ്റ് അസംബ്ലി ക്രാക്കായൊക്കെയാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ ഇത് വരാനുണ്ട്, അത് ക്രാക്കാണ്. അപ്പോൾ നമ്മൾ റേഡിയേറ്ററിൽ ഒഴിക്കണ വെള്ളം ഇവിടെയും സാധനം വന്നത് ഇതിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഓവർ ഹീറ്റ്. അപ്പോൾ വെള്ളം നിൽക്കണില്ല. അങ്ങനെ ഓവർ ഹീറ്റായിട്ട് വണ്ടിക്ക് മിസ്സിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ മിസ്സിങ് നമ്മൾ ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ പ്ലഗ് അയച്ച് നോക്കുക. ഇഗ്നേറ്റർ അയക്കാന്ന് വെച്ചാൽ ഇഗ്നിഷൻ കോയിൽ അയച്ചിട്ട് ഇതുണ്ടാവും ഇരിക്കുകയാണ്. അപ്പോൾ നടുക്കത്ത ഇഗ്നേറ്റർ ഒടിഞ്ഞാൽ വന്നത് അവിടെ, ബാക്കി അതിൻ്റെ അകത്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ വാൽക്കവർ അയച്ചു. വാൽക്കവർ ഓയിൽ ലീക്കും കാര്യങ്ങളായിട്ട് കുറേ നാളായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന വേണ്ടിയാണ് തോന്നുന്നത്. അപ്പോൾ അതയച്ച് അപ്പോൾ ഈ സംഭവം വെച്ചാൽ ഇതിൻ്റെ വാൽക്കവർ ഉരുകിപ്പോയി. ഈ സെൻറ്റർ ഉരുകിപ്പോയിട്ട് ഒടിഞ്ഞൊടിഞ്ഞ വന്നായി. അപ്പോൾ നമുക്ക് ഈ വാൽക്കവർ അസംബ്ലി ആയിട്ട് മാറണം. ഇതിൻ്റെ ഉള്ളിലേക്ക് ഉരുകിക്കുന്നുണ്ട്. ഈ വാൽക്കവർ അസംബ്ലി ആയിട്ട് മാറണുണ്ട്. ഈ വാൽക്കവർ അഴിക്കണമെങ്കിൽ ഇൻടേക്ക് മാനിഫോൾഡ് ഊരിയാലേ ഈ വാൽക്കവർ അഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിനി ഇതും ഈ തെർമോസ്റ്റാറ്റ് അസംബ്ലിയും വാൽക്കവറും പിന്നെ ഇഗ്നിഷൻ കോയിൽ 3 പ്ലഗും മാറി എല്ലാം കണ്ട് സെറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത് റിനോൾട്ട് കിട്ടാണ്ട് വണ്ടി. ഇത് ഓവർ ഹീറ്റായിട്ടാണ് വന്നത്. ഓവർ ഹീറ്റ് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ തെർമോസ്റ്റാറ്റ് അസംബ്ലി ക്രാക്കായൊക്കെയാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ ഇത് വരാനുണ്ട്, അത് ക്രാക്കാണ്. അപ്പോൾ നമ്മൾ റേഡിയേറ്ററിൽ ഒഴിക്കണ വെള്ളം ഇവിടെയും സാധനം വന്നത് ഇതിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഓവർ ഹീറ്റ്. അപ്പോൾ വെള്ളം നിൽക്കണില്ല. അങ്ങനെ ഓവർ ഹീറ്റായിട്ട് വണ്ടിക്ക് മിസ്സിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ മിസ്സിങ് നമ്മൾ ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ പ്ലഗ് അയച്ച് നോക്കുക. ഇഗ്നേറ്റർ അയക്കാന്ന് വെച്ചാൽ ഇഗ്നിഷൻ കോയിൽ അയച്ചിട്ട് ഇതുണ്ടാവും ഇരിക്കുകയാണ്. അപ്പോൾ നടുക്കത്ത ഇഗ്നേറ്റർ ഒടിഞ്ഞാൽ വന്നത് അവിടെ, ബാക്കി അതിൻ്റെ അകത്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ വാൽക്കവർ അയച്ചു. വാൽക്കവർ ഓയിൽ ലീക്കും കാര്യങ്ങളായിട്ട് കുറേ നാളായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന വേണ്ടിയാണ് തോന്നുന്നത്. അപ്പോൾ അതയച്ച് അപ്പോൾ ഈ സംഭവം വെച്ചാൽ ഇതിൻ്റെ വാൽക്കവർ ഉരുകിപ്പോയി. ഈ സെൻറ്റർ ഉരുകിപ്പോയിട്ട് ഒടിഞ്ഞൊടിഞ്ഞ വന്നായി. അപ്പോൾ നമുക്ക് ഈ വാൽക്കവർ അസംബ്ലി ആയിട്ട് മാറണം. ഇതിൻ്റെ ഉള്ളിലേക്ക് ഉരുകിക്കുന്നുണ്ട്. അപ്പോൾ ഈ വാൽക്കവർ അസംബ്ലി ആയിട്ട് മാറണുണ്ട്. ഈ വാൽക്കവർ അഴിക്കണമെങ്കിൽ ഇൻടേക്ക് മാനിഫോൾഡ് ഊരിയാലേ ഈ വാൽക്കവർ അഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിനി ഇതും ഈ തെർമോസ്റ്റാറ്റ് അസംബ്ലിയും വാൽക്കവറും പിന്നെ ഇഗ്നിഷൻ കോയിൽ 3 പ്ലഗും മാറി എല്ലാം കണ്ട് സെറ്റ് ചെയ്യാം. ഓക്കെ.